ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി എരിശ്ശേരി റെഡിയാക്കാം. ആദ്യം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എരിശ്ശേരിക്ക് വേണ്ട മെയിൻ സാധനങ്ങളെന്ന് പറഞ്ഞാൽ വമ്പയറും പിന്നെ മത്തങ്ങയാണ്. ഇതിപ്പോൾ ഞാനൊരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച വമ്പയറാണ്. ഇത് 1 കപ്പ് വമ്പയറായിരുന്നു. ഇത് പൊങ്ങി വന്നതാണ്. ഇത് നല്ല മത്തങ്ങയാണ്, നല്ല പൊടിയുള്ള നല്ല മത്തങ്ങ. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മളിന്ന് കുക്കറിലാണ് റെഡിയാക്കാൻ പോണത്. ഞാൻ ക്രോക്ക് പോട്ടിലാണ്, സാധാരണ കുക്കറിൽ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് വമ്പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട്, ഈ വമ്പയർ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ക്രോക്ക് പോട്ടിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇതിൽ സമയം കറക്റ്റ് ബീൻസിൻ്റെ സമയം വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ബീൻസ് ഒന്ന് പ്രസ് ചെയ്താൽ ആ കറക്റ്റ് 20 മിനിറ്റ്സിൽ ഇത് റെഡിയാവും. നമ്മളിപ്പോൾ സാധാരണ കുക്കറിലാണ് റെഡിയാക്കുന്നതെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3-4 വിസിൽ വരുത്തിയാൽ മതിയാകും. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വമ്പയർ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇനിയുണ്ട്, അതുകൊണ്ട് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മളിതിലേക്ക് തന്നെ ഇനി നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മത്തൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. മത്തന് പെട്ടെന്ന് കുക്കാവും. അത് എത്ര വലിയ കഷ്ണമായാലും പെട്ടെന്ന് കുക്കായിട്ട് നല്ലോണം ഉടഞ്ഞു പോയിക്കോളും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഞാനിനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അഥവാ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം ഇത് ക്രോക്ക് പോട്ടിൽ സൂപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതിലൊരു 5 മിനിറ്റ് നേരത്തേക്കാണ് കുക്ക് ചെയ്തെടുക്കാൻ പോണത്. നമ്മൾ സാധാരണ കുക്കറിൽ ചെയ്യുമ്പോൾ 1 വിസിൽ വരുന്നവരെ ചെയ്താൽ മതിയാവും. ഇതാ ഇപ്പം നമ്മുടെ മത്തനും റെഡി ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഉടഞ്ഞ് വരുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇതിലേക്കുള്ള അരവ് ചേർത്ത് കൊടുക്കണം. അത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയും, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മത്തനും വമ്പയറും വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിനേക്കാളും കൂടുതൽ തേങ്ങ നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് അരപ്പുണ്ടാക്കിയത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ചോട്ടെ. ഒന്ന് തിള വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. ഇനിയിപ്പം നല്ല ഒഴിച്ചുകറി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഉപ്പൊക്കെ ആവശ്യം തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെന്ന് തോന്നുന്നവർക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇനി മധുരമാണ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം പാകത്തിനുള്ളൊരു മധുരമുണ്ട്. നിങ്ങൾക്ക് അധികം മധുരം ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർക്കുന്നില്ല. ബാക്കി ഉപ്പും മുളകൊക്കെ പാകമാണ് ഇതിൽ. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ വറുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ല വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ നാടൻ കറികൾക്കൊക്കെ ആ ഒരു നല്ല ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ല നാടൻ ടേസ്റ്റ് വരുള്ളൂ. ഇതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽ മുളക് കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കറി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പിലയാണ് ചേർത്തത്. നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. നമുക്ക് കറിവേപ്പിലയൊക്കെ നമുക്ക് എത്ര അധികം ചേർത്താലും ഇതിൻ്റെ കറീൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പം നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. നല്ല പാകമായിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അത് അധികം ചട്ടിയിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് നമുക്ക് എടുത്തിട്ട് ഇനി നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല നാടൻ സ്മെല്ല് വരുന്നുണ്ട്. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഈ തേങ്ങ വെളിച്ചെണ്ണയിൽ വറുത്തതിൻ്റെയൊക്കെ ഇത് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തനി നാടൻ ഒരു അടിപൊളി എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള കമൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.